വിവാദം അസംബന്ധം എന്ന് പറയുന്നതിന് മുൻപ് എം വി ഗോവിന്ദൻ മകനോട് ചോദിക്കണമായിരുന്നുവെന്ന് പരാതിക്കാരൻ മുഹമ്മദ് ഷർഷാദ്. ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട്. കത്ത് ചോർച്ചത് ശ്യാംജിത്താണ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മുഹമ്മദ് ഷർഷാദ് 24-നോട് പറഞ്ഞു. അസംബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മകനോട് ചോദിച്ചിട്ടാണോ പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്. എന്തൊക്കെ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എവിടെ വെച്ചിട്ടാണ് നമ്മളെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പുള്ളി ഇങ്ങോട്ട് അയച്ച മെസ്സേജും ഞാൻ അങ്ങോട്ട് അയച്ച വോയിസ് മെസ്സേജുകളും പുള്ളിയുടെ മറുപടിയും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇപ്പോഴും എല്ലാ അപ്ഡേറ്റും ഉണ്ട്. ഞാൻ പാർട്ടിക്ക് കൊടുത്ത പേഴ്സണൽ ലെറ്റർ പുള്ളിക്കാരൻ എവിഡൻസ് ആയിട്ട് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ മേലിൽ ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ള ദൈവം കാണട്ടെ എന്നുള്ള രീതിയിലുള്ള എൻ്റെ വോയിസ് ക്ലിപ്പാണിത്. അസംബന്ധം എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദന്റെ അതിനോടുള്ള മറുപടി പ്രതികരണം. ഏതെങ്കിലും തരത്തിൽ പ്രതികരണം തരാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തയ്യാറല്ല. അദ്ദേഹത്തിന്റെ മകൻ ഈ ശ്യാംജിത്തും ഈ പറയുന്ന അവതാരവുമായി വലിയ ബന്ധമുണ്ടെന്നും അത് സാമ്പത്തിക ഇടപാട് ബന്ധമാണെന്നും ഒക്കെയാണ് ഈ ഷർഷാദ് ആരോപിക്കുന്നത്. ആ സാമ്പത്തിക ഇടപാട് ബന്ധത്തിന്റെ ഭാഗമായി പാർട്ടിയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞു. മധുര പാർട്ടി കോൺഗ്രസിലേക്ക് ഇയാൾ ഓൺ എ ഫൈൻ ഡേ അങ്ങോട്ടേക്ക് എത്തുന്നതൊക്കെ ഈ ബന്ധത്തിന്റെ പുറത്താണ്. അത്തരത്തിൽ ഈ പറയുന്ന അധികാരത്തിന്റെ ഇടനാഴികളിലെ അവതാരം എന്ന് പണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയുള്ള അവതാരമാണ് ഇയാൾ. അത്തരത്തിൽ പാർട്ടി നേതാക്കളുടെ മക്കളുമായൊക്കെ ബന്ധം സ്ഥാപിച്ച് പാർട്ടിയിലേക്ക് സ്വാധീനം വളർത്തുകയും പാർട്ടി മന്ത്രിമാരുടെ ബെനാമിയാവുകയും ചെയ്തു ഈ ദുരൂഹ അവതാരം എന്നുള്ളതാണ് ഷർഷാദ് ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുപടി പക്ഷേ ആരും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. ഇതിപ്പോൾ PB ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ. പക്ഷേ ആ PB യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ട ഈ കാര്യങ്ങൾ വല്ലതും വന്നാലേ അത് ചർച്ചയാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ പ്രതികരണം CPM-ൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങളും ചേരുന്നു. അരുൺ, ഫോൺ ചൂണ്ടിക്കാട്ടി ഷർഷാദ് പറയുന്നത് എന്താണ്? ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശ്യാംജിത്തിന്റെ മകനും ഈ ദുരൂഹ അവതാരവും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ഷർഷാദ് പറയുന്നത്? അരുൺ, ഷർഷാദ് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ഷർഷാദ് ഉറച്ചു നിൽക്കുകയാണ്. ഈ രാജേഷ് കൃഷ്ണയും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തുമായിട്ടുള്ള ബന്ധം അത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു ബന്ധമില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറിക്കോ ശ്യാംജിത്തിനോ പറയാൻ കഴിയില്ല. അതിൻ്റെ എല്ലാ തെളിവുകളും തൻ്റെ പക്കലുണ്ട് എന്നതാണ് ഷർഷാദ് വ്യക്തമാക്കുന്നത്. ഇന്ന് ഈ വിവാദങ്ങൾക്കും ഈ പുറത്തു വന്ന കത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾ എം വി ഗോവിന്ദനോട് പ്രതികരണം ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിലായിരുന്നു മറുപടി. ഇതെല്ലാം അസംബന്ധമാണ് എന്ന മറുപടിയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അതിൽ മറുപടിയായി പരാതിക്കാരനായിട്ടുള്ള ഷർഷാദ് പറയുന്നത് അസംബന്ധമെന്ന് പറയുമ്പോൾ മകനോട് ചോദിച്ചിട്ട് വേണം അസംബന്ധം എന്ന് പറയാൻ. മകൻ ഈ രാജേഷ് കൃഷ്ണയുമായി നടത്തിയിട്ടുള്ള ഇടപാട് അത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പലവിധ ഈ കടലാസു കമ്പനികളുടെയൊക്കെ പേരിൽ ഈ ശ്യാംജിത്തും അതോടൊപ്പം തന്നെ ഈ രാജേഷ് കൃഷ്ണയും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും തൻ്റെ കയ്യിലുണ്ട്. അത് ആ കേസിൻ്റെ ഭാഗമായി വരുമ്പോൾ ആ വിവരങ്ങൾ കൂടി കൈമാറും. അത്തരമൊരു ബന്ധമില്ല എന്ന് പറയാൻ കഴിയില്ല. ഫോണിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നതാണ് പറയുന്നത്. ഈ കത്ത് പുറത്തു വിട്ടതും ഈ ശ്യാംജിത്താണ് എന്ന കാര്യം ഇന്നലെ തന്നെ ഈ ഷർഷാദ് പറഞ്ഞിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് PB അംഗത്തിന് നൽകിയ കത്ത് മാത്രമല്ല, ഈ കത്ത് കോടതിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഒന്നാമത്തെ എവിഡൻസായി വന്നത് തിരിച്ചറിഞ്ഞതോടെ CPM ജനറൽ സെക്രട്ടറി MA ബേബിക്ക് നൽകിയിട്ടുള്ള രണ്ടാമത്തെ പരാതിയും പുറത്തു വന്നു. അതാണ് അത്ഭുതപ്പെടുത്തിയത് എന്നതാണ് ഷർഷാദ് പറയുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇതിലേതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്താൻ CPM സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളോ തയ്യാറായിട്ടില്ല. മറ്റൊന്ന്, 2 വർഷം മുമ്പ് 2023 ഷർഷാദ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ളൊരു പരാതിയുടെ അതിലെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മന്ത്രിമാർ, ഇപ്പോൾ മന്ത്രിസഭയിലുള്ള MB രാജേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ, നേരത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന TM തോമസ് ഐസക്, P ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതിൽ ആരോപണമുണ്ട്. അതൊക്കെ ആരോപണമാണ്, പരാതിയാണ്. പോലീസ് അന്വേഷിക്കട്ടെ. അല്ല, ആരോപണത്തിൽ വരേണ്ടതാണ്. ഇതിപ്പോൾ മസാല ബോണ്ടിന്റെ സമയത്ത് മുഖ്യമന്ത്രി അവിടെ പോകുമ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പം ഇയാൾ കൈപിടിച്ച് കയറ്റി. മുഖ്യമന്ത്രിക്ക് അടുത്തേക്കൊക്കെ പോകാൻ പറ്റുക, മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് കയറ്റാൻ ഒരാൾ കഴിയുക, ആ ചിത്രം വെച്ച് ഇയാൾ സ്വാധീനമുണ്ടാക്കാൻ നോക്കി. ഇപ്പോൾ തട്ടിപ്പുകാരാണെങ്കിൽ തട്ടിപ്പുകാരുടെ സ്ഥിരം മോഡസ് ഓപ്പറാൻഡി ആണല്ലോ അത്. പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അടുത്ത് പോകാൻ, ഞാൻ ഇന്ന നേതാക്കളുടെ ആളാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക, അതുവഴി തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണല്ലോ സ്ഥിരം മോഡസ് ഓപ്പറാൻഡി. അപ്പോൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് പോകാൻ, MB രാജേഷിൻ്റെ അടുത്തേക്ക് പോകാനൊക്കെ ഇയാൾക്ക്, ഈ പറയുന്ന ആരുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഷർഷാദ് പറയുന്നത്. ആരാണ് ഈ പറയുന്ന അവതാരം എന്ന കാര്യത്തിന് മറുപടി പറയേണ്ടത് ഈ CPM നേതാക്കൾ തന്നെയാണ്. അടുപ്പമുണ്ട് എന്ന് ഈ പറയുന്ന ഷർഷാദ് പറയുന്ന CPM നേതാക്കൾ തന്നെ. അതല്ല ഷർഷാദ് പറയുന്ന ഒക്കെ കള്ളമാണ്.
അങ്ങനെയാണെങ്കിൽ അതും പറയേണ്ടത് നേതാക്കൾ തന്നെയാണ്. ഇത് പാർട്ടി മന്ത്രിമാരുടെ ബനാമിയാണ് എന്നൊക്കെയാണ് രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടതെന്ന് ഷർഷാദ് പറയുന്നത്. അങ്ങനെ ബനാമിയാണോ, ബനാമിയാണെങ്കിൽ എന്തുകൊണ്ട് ബനാമിയാക്കി, ബനാമി അല്ലെങ്കിൽ എന്തുകൊണ്ട് ബനാമി അല്ല, തട്ടിപ്പുകാരനാണെങ്കിൽ തട്ടിപ്പുകാരനാണ്, അതുകൊണ്ടാണ് മധുര പാർട്ടി കോൺഗ്രസിൽ നിന്ന് അകറ്റി നിർത്തിയത് എന്നൊക്കെ പറയേണ്ടത് CPM ആണ്. അത് പറയേണ്ട കാര്യം ഇയാൾ മധുര പാർട്ടി കോൺഗ്രസിലേക്ക് വന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ നിന്ന് ഇയാളെ മടക്കി അയച്ചു എന്നുള്ളതും സത്യമാണ്. മടക്കി അയക്കാൻ കാര്യമായ കാരണം എന്താണ്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകന് ഈ പറയുന്ന അവതാരവുമായി, അധികാരത്തിൻ്റെ ഇടനാഴിയിൽ കറങ്ങി നടക്കുന്ന ഈ അവതാരവുമായി എന്താണ് ദുരൂഹ ബന്ധം എന്നൊക്കെ പറയേണ്ടത് ആരാണത്? പാർട്ടി തന്നെയാണ് കൃത്യമായത് അത് വിശദീകരിക്കേണ്ടത്. കാര്യം പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ഏതെങ്കിലും തരത്തിലുള്ള സൗഹൃദത്തിൻ്റെ കാര്യം മാത്രമല്ല, ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്കകത്തേക്ക് ഇയാൾ സ്വാധീനത്തിൻ്റെ വലയം നീട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഷർഷാദ് ഉന്നയിക്കുന്ന ആരോപണം. അരുൺ പൂപ്പറമ്പ തുടരുന്നു. അരുൺ, ഷർഷാദും ഈ പറയുന്ന രാജേഷും ഇവർക്ക് നേരത്തെ അറിയാവുന്നവരാണ്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ മകനും ഒക്കെ നേരത്തെ അറിയാവുന്നവരാണ്. അറിയാവുന്നവർ കാര്യങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവരുടെ പക്കലുണ്ടാകും. അങ്ങനെ ഇനിയും പറയാത്ത വിവരങ്ങൾ ഈ ഷർഷാദിൻ്റെ കയ്യിലുണ്ട് എന്നാണോ ആ ഫോണിലെ ചാറ്റൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുന്നത് അരുൺ? ഹാഷ്മി, തീർച്ചയായും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മധുര പാർട്ടി കോൺഗ്രസിന്റെ ഘട്ടത്തിലാണ് ആദ്യമായി ഈ രാജേഷ് കൃഷ്ണക്കെതിരെ ഷർഷാദ് ഈ പരാതി നൽകുന്നത്. ആ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ UK പ്രതിനിധി എന്ന നിലയിൽ സമ്മേളനത്തിൽ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തിരുന്ന രാജേഷ് കൃഷ്ണയെ ആ പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷം പക്ഷേ ആ പരാതിയിൽ പിന്നീട് തുടർ പരിശോധനകൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന പരാതി കൂടി ഷർഷാദ് ഉന്നയിക്കുന്നുണ്ട്. അത് CPM സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദൻ്റെ ഉൾപ്പെടെ മുന്നിൽ വീണ്ടും ആവർത്തിച്ച് ഇത്തരം പരാതികൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ കാര്യത്തിൽ ഈ രാജേഷ് കൃഷ്ണയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് MV ഗോവിന്ദൻ്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അല്പം കൂടി ഗൗരവം ഉള്ള കാര്യം, ഈ സർക്കാർ പദ്ധതികളിൽ പോലും ഇയാൾ ഇടപെട്ടിരുന്നു എന്ന് ഈ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ ഈ രാജേഷ് കൃഷ്ണ ഇടപെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും, അല്ലെങ്കിൽ അങ്ങനെയല്ല രാജേഷ് കൃഷ്ണ ആയി അല്ലെങ്കിൽ ഇവരുടെ ബിനാമിയായിട്ട് രാജേഷ് കൃഷ്ണ ഉണ്ടായിരുന്നില്ല, ഈ ബിനാമി ഇടപാടുകളെ പൂർണ്ണമായി നിഷേധിക്കാൻ ഈ നേതാക്കൾക്ക് സാധിക്കും. അത്തരമുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. രാജേഷ് കൃഷ്ണയുമായി പൂർണ്ണമായും ഇവർക്ക് ബന്ധമില്ല എന്ന് പറയാനും തയ്യാറായിട്ടില്ല. ഇപ്പോൾ നേരത്തെ ഡൽഹിയിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഒറ്റ വാക്കിലായിരുന്നു. അതിനപ്പുറത്തേക്ക് ഈ മകനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രതികരണം, ഒരു വിശദീകരണം നടത്താൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറായിട്ടില്ല. ശ്യാംജിത്തും രാജേഷ് കൃഷ്ണയും തമ്മിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഷർഷാദ് പറയുന്നത്. അതിൻ്റെ തെളിവുകളുണ്ട്. അത് സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും പലവിധ കമ്പനികൾ, തട്ടിപ്പ് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അയാൾക്ക് സാമ്പത്തിക ഇടപാട് എന്ത് വേണമെങ്കിലും നടത്താം, അതേത് ദുരൂഹ അവതാരങ്ങളുമായി നടത്താം. പക്ഷേ ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് ഈ അവതാരം മധുര പാർട്ടി കോൺഗ്രസിലേക്കൊക്കെ വഴിയൊരുങ്ങി എന്നൊക്കെ പറയുന്നതിനാണ് CPM മറുപടി പറയേണ്ടത്. അതിന് അസംബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അരുൺ. ആഷ്മി, തീർച്ചയായിട്ടും. അതായത് എങ്ങനെയാണ് മധുര പാർട്ടി കോൺഗ്രസിലേക്കൊക്കെ ഇത്ര CPMൻ്റെ പരമോന്നതമായിട്ടുള്ള ഒരു സമ്മേളനമാണ് പാർട്ടി കോൺഗ്രസ്. അപ്പോൾ അതിലേക്കൊക്കെ ഒരു പ്രതിനിധിയായി ഈ രാജേഷ് കൃഷ്ണ, ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള രാജേഷ് കൃഷ്ണ എങ്ങനെ എത്തി? ഈ രാജേഷ് കൃഷ്ണയെക്കുറിച്ച് പാർട്ടിക്ക് അതിനു മുമ്പ് ഒരു തരത്തിലുള്ള കാര്യങ്ങളും അറിയില്ലേ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്തിനെതിരെ ഉന്നയിച്ചിട്ടുള്ള സാമ്പത്തിക ഇടപാട് മാത്രമല്ല, ഈ കത്ത് ചോർത്തി നൽകിയതും ശ്യാംജിത്താണെന്ന് ഷർഷാദ് പറയുന്നു. അതിലൊരു പരിശോധന CPM നടത്തുമോ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ശ്യാംജിത്ത് അല്ല ഈ കത്ത് ഇത്തരത്തിൽ ചോർത്തിയത് എന്ന് പറയുമ്പോൾ മറ്റാരാണ് ഈ കത്ത് ചോർത്തിയതെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. PB അംഗത്തിന് നൽകിയ, അല്ലെങ്കിൽ ഇത്ര വളരെ രഹസ്യ സ്വഭാവത്തിൽ നൽകിയിട്ടുള്ള ഒരു പരാതി, ആ പരാതി എങ്ങനെ പുറത്തേക്ക്, ഈ കത്ത് എങ്ങനെ പുറത്തേക്ക് വന്നു എന്നതിനെ സംബന്ധിച്ചും അത് ഡൽഹി ഹൈക്കോടതിയിലെ ഒന്നാമത്തെ എവിഡൻസായി എങ്ങനെ മാറി എന്നതും വളരെ അവശേഷിക്കുന്ന ചോദ്യമാണ്. ഇതിനെല്ലാം കേന്ദ്ര കമ്മിറ്റിക്ക് PBക്ക് കൊടുത്ത കത്ത് പുറത്തേക്ക് വരികയും അത് കോടതിയിൽ പ്രധാന തെളിവായി മാറുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിനൊക്കെ അപ്പുറം ഈ പറയുന്ന ദുരൂഹാവതാരങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് ഈ പറയുന്ന ഇപ്പോൾ ഒരു പാർട്ടി മന്ത്രിയുടെ ബനാമിയാണ് ഇയാൾ. പാർട്ടി മന്ത്രിമാരുമായി ചേർന്ന് ഇയാൾക്ക് എന്തോ ഈ പറയുന്ന രീതിയിൽ ഒരു കച്ചവടമുണ്ട്, എന്തോ സെക്യൂരിറ്റി കമ്പനിയുടെ കച്ചവടമുണ്ട്, അതിനകത്ത് ഇവരൊക്കെ ബനാമികളാണ് എന്നൊക്കെ ഒരാൾ ആരോപണം ഉന്നയിക്കുമ്പോൾ അസംബന്ധ ആരോപണമാണ്, അതൊക്കെ തെറ്റാണ് എന്ന് പറയേണ്ടവർ മിണ്ടാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജേഷിന് ഞങ്ങൾക്കറിയില്ല എന്ന് പറയേണ്ടവർ മിണ്ടാതിരിക്കുന്നതാണ് കുറച്ചുകൂടി ഗുരുതരം എന്ന് തോന്നുന്നു. അതിനെ ഒറ്റവാക്കിൽ അസംബന്ധം എന്ന് പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞാൽ ആ മറുപടി മതിയാവില്ല.